ഹായ്, എന്താ പാട്? സുഖല്ലേ? ഇന്നിപ്പോൾ ഞാൻ ആരിനെ കുറിച്ചിട്ടാണ് പറയാൻ പോണ അറിയോ? സ്ത്രീത്വത്തെ വല്ലാണ്ട് അപമാനിച്ച കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഇനി ഏതാണ് ആ സ്ത്രീ എന്നുള്ളതല്ലേ നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? മറ്റാരും അല്ല, നമ്മുടെ സജിന ഫിറോസ്, സോറി സജിന പൂക്കുട്ടി. അതായത് ബിഗ് ബോസ് സീസൺ 3 ഭാര്യയും ഭർത്താവുമായി വന്നതാ. ആ എപ്പിസോഡൊക്കെ കഴിഞ്ഞ് ഒരു പുറത്തുണ്ട് ഇറങ്ങിയോടുകൂടെ പിന്നെ ഇവർ രണ്ടുപേരും ശത്രുവായതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിറോസ് വല്ലാണ്ട് സംശയരോഗിയാണ്. ഫിറോസ് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ പിന്നെ സജിനയുടെ പേരിൽ തലയിലാക്കി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സജിന അങ്ങോട്ട് കത്തിക്കേറി. കൂട്ടത്തിൽ ഇച്ചിരി കരച്ചില്, ഇത്തിരി എരിച്ചില്, പുളിച്ചില് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായി, കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണല്ലേ, ഓള് കരയിന കണ്ടു കഴിഞ്ഞാൽ മലയാളികൾക്ക് സഹിക്കോ? ഇല്ല. എല്ലാവരും പാടെ കൂടിയിട്ട് സജിനാനോട് വാഴ്ത്തി. എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഫിറോസെ? നിന്റെ ഭാര്യയല്ലേ, നാണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫിറോസിനെ നന്നായിട്ട് എടുത്തുകൊണ്ട് അലക്കിന്ന് മാത്രമല്ല, ഫിറോസ് സൈലന്റ് ആയപ്പോൾ എന്ത് ചെയ്തു, ഉറപ്പിച്ചു ഫിറോസിന്റെ അടുത്താണ് മുഴുവൻ തെറ്റെന്ന്. ഇതിനിടയ്ക്ക് ഒരു ഇന്റർവ്യൂ വന്നിരുന്നു ഫിറോസിന്റെ. ആ ഇന്റർവ്യൂവിൽ ഫിറോസ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്തറിയോ? ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു സജിനാന്. അതുപോലെ തന്നെ ഈ സജിനാക്ക് ഒരുപാട് ഫ്രീഡം ഞാൻ കൊടുത്തിരുന്നു. എൻ്റെ ഭാര്യ ആയിരിക്കുമ്പോൾ ഒരുപാട് ഫ്രീഡം കൊടുത്തിരുന്നു. പക്ഷെ അതെല്ലാം അവൾ മുതലെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ആ ആങ്കർ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഫ്രീഡം എങ്ങനെ നിങ്ങൾ കൊടുക്കുക? ഫ്രീഡം അവരുടെ അവകാശമല്ലേ, അതെങ്ങനെ നിങ്ങൾ കൊടുക്കുക? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയരുത്, അത് തെറ്റാണെന്ന്. അപ്പോൾ സോറി, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്കൊരു ഫ്രീഡം കൊടുത്തു എന്നൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫിറോസ് കുറേ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയെങ്കിലും അതൊന്നും ഏറ്റില്ല. കാരണം എല്ലാവരും ഉന്നം വെച്ചിരുന്നത് ഫിറോസ് എന്ന സംശയരോഗി എന്നുള്ള നിലക്കായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. എന്താണ് തകിടം മറിഞ്ഞെന്നുള്ളതും നിങ്ങൾക്കറിയാം. ഫിറോസ് 4 ദിവസം മുമ്പ് യൂട്യൂബിലൊരു 45 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതോടുകൂടെ എന്തായി, ഫിറോസ് നിലത്തും എത്തി, സജിന എയറിലും ആയി. സജിന പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ പറഞ്ഞിരുന്നത് ഇന്നെ കുറിച്ചിട്ട് അത്രയും മോശമായിട്ട് അവിഹിതങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ്, എനിക്ക് അങ്ങനത്തെ ഒരു കാര്യവുമല്ല എന്നാ. ഇതിൻ്റെ ഇടയ്ക്ക് സജിന വന്നിട്ട് പറഞ്ഞു, എൻ്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തിരിക്കണു, അതിന് എൻ്റെ സമ്മതമില്ലാതെ, എൻ്റെ അനുമതി ഇല്ലാതെ എന്തൊക്കെ അതിനകത്ത് പോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ നിയമപരമായിട്ട് തന്നെയാണ് ഇത് നേരിടും, ഇത് ആര് ചെയ്താലും ഞാൻ വിടൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴും പലർക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ആ സംശയം സജിനെ അങ്ങോട്ട് കരഞ്ഞ് ചിരിച്ച് പൊളിച്ചാണ്ട് അടുക്കി കൊടുത്തുക്കണു. റസൂൽ പൂക്കുട്ടി ആയിട്ടുള്ള അവിഹിതം സജിന അങ്ങോട്ട് തെറ്റി. സജിന തെറ്റിയെന്നല്ല, ഉണ്ടായ ഗർഭത്തിന് സജിന ഒരു വില ഇട്ടു, 3 കോടി രൂപ. ആ 3 കോടി കൊടുക്കാതെ പൂക്കുട്ടിക്ക് കഴിച്ചിലാകാൻ പറ്റുമെന്ന് പൂക്കുട്ടി നോക്കി. പക്ഷെ നടന്നില്ല, മൊത്തം കയ്യിൽ നിന്ന് പോയി. ഇവൾ സജിന വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഫാമിലി ആയിട്ട് ജീവിക്കണ്ട, നിങ്ങൾ ഇതിന് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് മൊത്തം എല്ലാവരെയും അറിയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റിങ്ങാ. പൂക്കുട്ടി എന്ത് പറഞ്ഞാലും സജിനയുടെ വഴിക്ക് വരാൻ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് എന്തായി, സജിനയുടെ അക്കൗണ്ടാണ് ഹാക്ക് ചെയ്തിട്ട് നേരെ ഒരു പോസ്റ്റാണ് ചെയ്തു, ഇവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നത്. ഇത് അങ്ങോട്ട് ആകെ വൈറലായി എന്നല്ല, അപ്പോഴാണ് പൂക്കുട്ടിക്ക് മനസ്സിലായ പൂക്കുട്ടി പോയി എന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്തു, അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഇവർ തമ്മിൽ ഉള്ള കോൾ റെക്കോർഡിങ്ങും, ഞാൻ 9 ആഴ്ച ഗർഭിണിയാണ്, നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇത് ലോകത്തോട് വിളിച്ചു പറയും, എനിക്കിനി പോകാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സജിനിയും തുടങ്ങി. ഇതുവരെ ഫിറോസിനെ കുറ്റക്കാരാക്കിയ സകല മനുഷ്യന്മാരും എന്ത് ചെയ്തു അറിയോ, നേരെ ഫിറോസിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു, സജിനാനെ നന്നായിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്തു. അതങ്ങനെയാണ് ചില കാര്യങ്ങൾ. എന്താ അറിയോ, പെണ്ണ് കരഞ്ഞു കഴിഞ്ഞാൽ ആണിന് ചിലപ്പോൾ ഇത് തെളിയിക്കാൻ പെട്ടെന്ന് പെണ്ണിൻ്റെ പോലെ കഴിയൂല. പെണ്ണിന് കരച്ചിലാണ് ഏറ്റവും വലിയ ഒരായുധം. അത് അവൾ നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഫിറോസിന് കുറേ അപമാനം സഹിക്കേണ്ടി വന്നു. ബിഗ് ബോസ് സീസൺ 3 കഴിഞ്ഞ മുതൽ ഇവർ തമ്മിൽ വേറെയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലും ഫൈറ്റിങ്ങും ഇതൊക്കെ തന്നെയായിരുന്നു. ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടില്ല, കാരണം അവർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതല്ലേ. ഇതിപ്പോൾ ഏതുവരെ എത്തും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവസാനം എന്തായാലും സംഗതി ഒക്കെ കയ്യിൽ നിന്ന് പോയിക്കണം. നമുക്ക് വളരെ ഇന്റർവ്യൂ ഉണ്ട്, അതിന്റെ ചെറിയ ഭാഗം ഒന്ന് കാണാം, എന്നിട്ട് അതിന് മറുപടി. ഇന്ന് എന്റെ കൂടെയുള്ള വ്യക്തിയെ പറ്റി പറയുന്നതിന് മുമ്പേ ആ വ്യക്തി ആരാണെന്ന് ഞാനൊരു ഇൻട്രോ നൽകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിക്ക് സ്ത്രീത്വത്തെ പോലും നോക്കാതെ അപമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി. അതായത് ഇപ്പം ഹണി ട്രാപ്പ് എന്ന പേര് കേട്ട് സ്വന്തം മക്കൾക്ക് സ്കൂളിൽ പോലും പോകാൻ കഴിയാതെ നാണം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ. ഒരമ്മയ്ക്കും ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന, മാനസികമായി ഭയങ്കര നല്ല രീതിക്ക് തകർന്നാണ് എന്റെ മുമ്പിൽ. അല്ല, ഈ അമ്മക്ക് ആരാണ് അപമാനം ഉണ്ടാക്കിയത്? എന്തിന്റെ പേരിലാണ് അപമാനം ഉണ്ടായത്? അതിനെക്കുറിച്ച് പറയാം ശാലു. ഇനി അതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞുതരാം, ആരാണ് ഈ ശാലു എന്ന് നിങ്ങൾക്കറിയോ? ഇവര് ബെസ്റ്റ് ഫ്രണ്ടാ. ഇവരെ ഒരു റൂമിൽ ഇരുന്ന് പറയേണ്ട കാര്യങ്ങളാണ് ഇന്റർവ്യൂ എന്നും പറഞ്ഞ പേരിൽ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചാൻ വേണ്ടിയിട്ട്
ഈ ചെയ്യുന്നത്? എന്ത് ഓളെന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് ഇറങ്ങിക്ക ആര് ശാലു എന്നിട്ടുണ്ടോ? അപ്പോൾ ഓള് വെളുക്കണു. എന്തായാലും ബാക്കി പറയാം. ആള് നിൽക്കുന്നത് ഞാൻ പറയേണ്ട കാര്യമല്ല. ലെറ്റ്സ് വെൽക്കം സജന. സജന എന്ന് പറയുന്ന വ്യക്തി ഇപ്പം കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ സ്റ്റോറി ആയിട്ട് ഇട്ടത് മാത്രമേ സജനയ്ക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സജന എന്ന വ്യക്തിയുടെ പേരിലുള്ള നെഗറ്റിവിറ്റിയാണ്. എന്താണ് സജനയ്ക്ക് പറയാനുള്ളത്? ആക്ച്വലി എനിക്കിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ പറയാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഉള്ളൊരു സിറ്റുവേഷനിലല്ല ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ വന്ന് പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലീഗലി എല്ലാം മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ പൊന്നാര സജന, ഈ ലീഗലി മൂവ് ചെയ്താലും വേണ്ടില്ല, അമൃതാജൻ ചെയ്താലും വേണ്ടില്ല. ഈ ചീതിനെ കുറിച്ചിട്ട് എനിക്ക് വല്ല ധാരണ ഉണ്ടോ? ഈ കാരണമാണ് ആ ഒരു മറ്റേ ഫിറോസ് എന്ന് പറയുന്നവനിക്ക് 2 മക്കളെയും അതുപോലെ തന്നെ നല്ലൊരു ഫാമിലി ലൈഫും ഇല്ലാണ്ടായത്. ഈ അപ്പുറത്ത് 3 കോടി കിട്ടുമെന്നും പറഞ്ഞിട്ട് റസൂൽ പൂക്കുട്ടി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടി മറിഞ്ഞതല്ലേ. അവസാനം അതിൽ ഗർഭമായി, അത് ഓൻ ഏറ്റെടുക്കാനും തയ്യാറല്ല. ഇപ്പം എന്തായി? അവിടെ ഇല്ല ഇവിടെ ഇല്ല, മൊത്തം നാറ്റക്കേസും ആയില്ലേ. ഇതൊക്കെ തന്നെ ഉണ്ടാകുക. അനാവശ്യങ്ങളും പറഞ്ഞ് കുറേ വീഡിയോസ് വെളിയിൽ വന്നുകൊണ്ട് അതിൻ്റെ ഒരു വശം മാത്രം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ലീഗലി പോയാലും ഇത് പുറത്തറിയാൻ പോകുന്നില്ല. അപ്പം അതിനൊരു മറുവശം കൂടെ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങൾ, മറ്റു ഫാമിലി എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ എൻ്റെ ഒരു ഫാമിലി മാത്രമല്ല വേറൊരു ഫാമിലിയും കൂടെ അത് ഇൻക്ലൂഡായി ഭയങ്കര മാനസികമായിട്ട് വിഷമമുണ്ട്. അവരും ലീഗലി പോയിട്ടുണ്ട്, ഞാനും ലീഗലി നീങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞാൻ മുഖ്യമന്ത്രിക്കാണ് ഞാൻ അപേക്ഷ കൊടുത്തത്. സാറ് തീർച്ചയായിട്ടും ഞാൻ ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ട്. അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇതിൽ എന്ത് സൊല്യൂഷൻ കണ്ടെത്താനാണ്? 9 മാസം 9 ദിവസമാകുമ്പോൾ പോയി പ്രസവിക്കുക എന്നല്ലാതെ എന്താ മുഖ്യമന്ത്രിക്കൊക്കെ ഇതിൽ കൂട്ടിയാൽ കൂടുക? ഇതൊക്കെ മുഖ്യമന്ത്രി ഉണ്ടാക്കിയതാ? അല്ല, ഇതൊക്കെ ഇജ്ജും മറ്റൊന്നും പാടെ ഉണ്ടാക്കിയതാ. എന്നിട്ട് അവസാനം സംഗതി മുഴുവൻ പൊളിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി അപേക്ഷ കൊടുത്തിട്ട് എന്താ? ഏതെങ്കിലും നല്ല ഡോക്ടറെ പോയി കാണിക്കും. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. നാട്ടിലില്ല വിഹിതം പിടിച്ചാൽ നടക്കല്ലേ ഇപ്പൊ മുഖ്യമന്ത്രി? എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? ഇപ്പോഴും ഇവള് ചെയ്ത തെറ്റെന്താണെന്നുള്ളത് ഇവൾക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. ഈ ഫിറോസ് എന്ന് പറയുന്നതുണ്ടല്ലോ, ഫിറോസ് ഇതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താ അറിയോ? എൻ്റെ ഫാമിലി പരമായിട്ടുള്ള ഇഷ്യൂ എനിക്കൊരിക്കലും സോഷ്യൽ മീഡിയയിൽ കൊടുത്തിടാൻ ഒരു താല്പര്യമില്ല. ഞാൻ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല, എങ്കിലും ഞാൻ ഇത് പറഞ്ഞു പോകേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ചിലപ്പോൾ ഞാൻ കൊല്ലപ്പെടാം. ചിലപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ കൊല്ലപ്പെടാം. ഞാൻ പലർക്കും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. IG-ക്കും DGPക്കും ഒക്കെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കെതിരെ നിൽക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് സജിന, അതുപോലെ സജിനാനെ സപ്പോർട്ട് ചെയ്യുന്നവരെ അത്രയും വലിയ ടീമുകളാണ്. ഞാൻ കൊല്ലപ്പെട്ടേക്കാം, എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവളെന്നെയാണ് ഇതിലെല്ലാത്തിലും കൊടുത്തിട്ട് ഇതൊക്കെ ഇട്ടതും ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്താ പറയുക ഒരു സംസാരത്തിൻ്റെ ഇട ഉണ്ടാക്കിയതും. ഇവളും റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ അയാളും പാടെ തമ്മിൽ ഇതിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നില്ല. അപ്പം എന്തായി? ഈ അക്കൗണ്ട് ഹാക്ക് ചെയ്തെന്നും പറഞ്ഞിട്ട് ഇവളെന്നെയാണ് ഇത് സ്റ്റോറി ഇട്ടത്. എന്നിട്ട് അവൾ പറഞ്ഞത് എന്താ? എനിക്കറിയില്ല, എൻ്റെ അറിവോടെ അല്ല ഈ സ്റ്റോറി ഇട്ടത്, എൻ്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു, ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ നിൽക്കുകയാണെന്നുള്ളത്. അതൊരു ഗെയിമായിരുന്നു. ആ ഗെയിമിൻ്റെ പേരെന്താ അറിയോ? ഓൻ സമ്മതിച്ചില്ല. ഓൻ എന്ത് ചെയ്തു? എന്നുവെച്ചാൽ അങ്ങനെ ഒന്നും കാരണം അവനും വിചാരിച്ച, റസൂൽ പൂക്കുട്ടി വിചാരിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സജിന ഒരിക്കലും ഇങ്ങനെ ചെയ്യൂല. കാരണം ഇതിൽ സജിന ഇത്രയും കാലം ഉണ്ടാക്കിയ ഫിറോസിനെ ഇത്രയും കുറ്റം പറഞ്ഞിട്ടും ഇത്രയും സംശയരോഗിയാക്കിയിട്ടും ഇത്രയും കാലം കെട്ടിപ്പടുത്ത ആ കൊട്ടാരൻ തകരുകയാണ്. അപ്പം അതിനെന്തായാലും അവളും കൂട്ടു നിൽക്കൂല, അവളും ചെയ്യൂല എന്നുള്ളൊരു വിശ്വാസം റസൂൽ പൂക്കുട്ടിക്കും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിൽ കളി തുടങ്ങിയതാ. കളി മൊത്തം കയ്യിൽ നിന്ന് പോയി. നിന്നോട് സിമ്പിളായിട്ടൊരു കാര്യം പറയട്ടെ സജിന, ഇപ്പം നിന്റെ വീഡിയോ കാണുന്ന ആർക്കും നിന്നോട് സഹതാപമല്ല ഉള്ളത്. നിന്നെ വീഡിയോ കാണുമ്പോഴത്തേക്ക് ചിരിയ എല്ലാവർക്കും വരുന്നത്. കാരണം എന്താ അറിയോ? നീ പച്ച കളവാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് അധികം ഇനി മുഖ്യമന്ത്രിയുടെ അടുത്തേക്കും പ്രധാനമന്ത്രിയുടെ അടുത്തേക്കും ഒന്നും ഓടണ്ട. ഉള്ള ഗർഭത്തിനൊരു തീരുമാനമാക്കുക. 2 കുട്ടികളില്ലേ? ഈ പറഞ്ഞല്ലോ എൻ്റെ മക്കളുടെ ഭാവി നോക്കണമെന്ന്. നിന്റെ മക്കളുടെ ഭാവി നീ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ഇനിയിപ്പോൾ നീ അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് വെച്ചോ, അവനെ ഒഴിവാക്കി ഇവനെ നമ്പി പോവുമോ? ഈ റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ആ ഫാമിലിനെ ഒഴിവാക്കിയിട്ട് നിന്നെ പോലെ ഒരു പെണ്ണിനെ അവൻ കെട്ടുമോ? കെട്ടൂല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ.
അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ കാര്യത്തിന് ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇടുമ്പോ ഒരു പൊട്ടലുണ്ട്. ഞാൻ അങ്ങനെ ഒരു പൊട്ടൽ പൊട്ടിയിട്ടുമുണ്ട്, അത് നിങ്ങൾ കണ്ടതാ. അതുപോലെ എന്നെ കൊണ്ട് പൊട്ടിക്കരുത്. പൊട്ടിച്ചു കഴിഞ്ഞാ അവിടെയും ഫാമിലീസ് ഉള്ളതാ, കുഞ്ഞുങ്ങളുള്ളതാ. തെളിവ് സഹിതമായിരിക്കും ഞാൻ കൊണ്ടിടുന്നത്. കേട്ടോ, തെളിവ് സഹിതമുള്ളതാണ് നിരത്തും. ഇത് ആർക്കുള്ള മറുപടി അറിയോ? നമ്മളെ പൂക്കുട്ടിനോടാണ് ആ പറയണത്. എന്ത് വല്ലാണ്ട് കടന്ന് വിറകണ്ട, ഞാൻ അങ്ങോട്ട് വരും, അവിടെ ഒരു ഫാമിലി ഉണ്ട്, ഞാൻ ഒരു പൊട്ടല് പൊട്ടും, ആ പൊട്ടല് ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങൂലെന്ന്. അപ്പൊ ഇവര് തമ്മിൽ തെറ്റിയപ്പോഴാണ് ആ വീഡിയോ അക്കൗണ്ട് ഹാക്ക് ആയതും സ്റ്റോറി ഓട്ടോമാറ്റിക് കയറിയതും ഒക്കെ. അപ്പൊ അതിലേലും പൂക്കുട്ടി ഒതുങ്ങും, കോംപ്രമൈസിന് വരുമെന്ന് വിചാരിച്ചു. എവിടെ വരാന്, ഉള്ളതും പോയി, നിന്നതും പോയി, ചാഞ്ഞതും പോയി, നടന്നതും പോയി കാരണമാതിരിയായുള്ള അവസ്ഥയാണ് ഇപ്പൊ സജ്ജനാന്റെ. എന്തായാലും ഇവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് ബാക്കിയുള്ളത് വഴിയേ കാണാം. ഒരു IG-യുടെ അടുത്തേക്കോ മന്ത്രിയുടെ അടുത്തേക്കോ പ്രധാനമന്ത്രിയുടെ അടുത്തേക്കോ ആരുടെ അടുത്തേക്കോ വെച്ചാൽ പോട്ടെ. എന്തായാലും ഇപ്പൊ ഈ ഗർഭം എവിടുന്ന് വന്നെന്നുള്ളത് അറിയാലോ. ഓളന്നെ പറയുന്നുണ്ട് ഗർഭം എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ അത് ഇവിടെ തുറന്നു പറയാനോ അല്ലെങ്കിൽ അതിന്റെ വോയിസ് കേൾക്കാനോ ഇതിന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചുരുക്കി ഒന്നിന് പറഞ്ഞു തന്നത്. അപ്പോൾ ബൈ.